ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ചേച്ചി ഇതാ ഷർട്ടൊക്കെ അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനെ ഇന്ന് നമ്മൾ ദുബായിലേക്ക് യാത്രയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഏട്ടൻ ഇതാ ദർഹമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളെങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ദർഹം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ചേച്ചിക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ചേച്ചിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ നല്ലോണം നോക്കി ഒന്ന്. പിന്നെ അത് അനിയൻ ഇരുന്ന് എഴുന്നേറ്റ് ചായ കുടിക്കണം. അനിയൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചായ കുടിക്കുന്നത്. എഴുന്നേറ്റ് വൈകുന്നേരം 5 മണി 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ നേരത്തെ ചായ കുടിച്ചു. പിന്നെ അതാ പെട്ടി പാക്ക് ചെയ്യുന്നുണ്ട്. പാക്ക് ചെയ്യാൻ്റെ ദേവനും കൂടെ കൂട്ടിയിട്ടുണ്ട്. ചേച്ചി ചമ്മന്തിപ്പൊടിയൊക്കെ ചേട്ടനുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പാസ്പോർട്ട്, ഏട്ടൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ഏട്ടൻ്റെ ചേച്ചിയാണ് യോയോ ആക്കി നടത്തുന്നത്. ഏട്ടനിങ്ങനെയൊന്നും ഡ്രസ്സിങ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഏട്ടൻ്റെ ഫുൾ ഡ്രസ്സിങ് സെൻസും എല്ലാം ചേച്ചിയുടെ കഴിവിലുള്ളതാണിപ്പോൾ. അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു. ചേച്ചി യാത്ര പറയുമ്പോൾ കരയാണ്. പിന്നെ അങ്ങനെ ഏട്ടൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇറങ്ങി. അങ്ങനെ കുറച്ചൊരു 1.5 മണിക്കൂർ ഓടാനുണ്ടായിരുന്നു കേട്ടോ. നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ എന്താ പറയുക, എയർപോർട്ട് റോഡൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രാഫിക് തന്നെയായിരിക്കുമല്ലോ, നല്ല തിരക്കായിരിക്കും. അങ്ങനെ എയർപോർട്ട് എത്തിയിട്ടോ. ഞാൻ നടുക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ക്ലാരിറ്റിയിൽ ഇത്രയൊക്കെ ഇതിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോ കുറച്ച് സ്പീഡാക്കിയും കൂടെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ് വായിക്കാനും ഒന്നും നിങ്ങൾക്ക് സാധിക്കാത്ത. അല്ലെങ്കിലും വായിക്കാനൊന്നും പറ്റില്ല, കാരണം ക്ലാരിറ്റി അത്രയും കൂടുതലായതുകൊണ്ട്. അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എയർപോർട്ടിലേക്ക് ഞാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇതുവരെ ഞാൻ എയർപോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ സിനിമകളിലും വീഡിയോകളിലും മാത്രം കണ്ടിരുന്ന എയർപോർട്ട് ഞാൻ അങ്ങനെ നേരിൽ ആദ്യമായി കാണുകയാണ്. എൻ്റെ ദേവനും ആദ്യമായി കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഇതാണ് ഏട്ടൻ്റെ കൂടെ പോകുന്നൊരു ഫ്രണ്ട് കേട്ടോ. അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ അങ്ങ് മാറ്റി. എനിക്കാണെങ്കിൽ ഇങ്ങനെ പെർമിഷനൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ അവരോട് ചോദിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. കാരണം നമുക്ക് അതിന് മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. എന്താ ചെയ്യാം. അങ്ങനെ സൂ വന്നിട്ടുണ്ടായിരുന്നു. സൂനെ വിളിച്ച് ഞാൻ വരാൻ പറഞ്ഞപ്പോൾ സൂ ഞങ്ങൾ എത്തുന്നതിന് മുൻപ് എത്തുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സൂ ഞങ്ങൾ എത്തിക്കഴിഞ്ഞാണ് എത്തിയത്. ആ തിരക്കെന്താണെന്ന് നിങ്ങൾക്കറിയോ? സൽമാൻ ഖാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. നമ്മൾ അറിഞ്ഞതേയില്ല. ആ തിരക്ക് കണ്ടപ്പോൾ, ആൾക്കൂട്ടം കണ്ടപ്പോൾ എന്താ നോക്കിയിട്ട് മനസ്സിലായതാണ് സൽമാൻ ഖാനാണെന്ന്. പിന്നെ അങ്ങനെ ഏട്ടൻ പോവാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാ ടിക്കറ്റും എന്തൊക്കെ കൊടുത്ത് കയ്യിൽ വെച്ചിട്ട് എന്തൊക്കെയോ എനിക്കറിയാത്തത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞ്. അങ്ങനെ എല്ലാം എടുത്ത് ഏട്ടൻ കയറാൻ പോവുകയാണ് ഉള്ളിലേക്ക്, ബോർഡിംഗ് പാസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി കരയാണ്. മോനും നല്ല വിഷമമുണ്ട്. ഏട്ടൻ അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. വിഷമമുള്ളൊരു സീൻ തന്നെയായിരുന്നു ഇത്. പിന്നെ ഓർക്കുമ്പം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു മനസ്സമാധാനമായിരുന്നു ഉള്ളിൽ. പക്ഷെ ചേച്ചിക്ക് എങ്ങനെയായാലും സങ്കടം വരുമല്ലോ. ചേച്ചി അതങ്ങനെയാണല്ലോ, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ ഉള്ളിലേക്ക് കയറി ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണുന്ന വഴിയിലേക്ക് ഞങ്ങളിങ്ങനെ നീങ്ങി നിൽക്കുകയിനി. അതാണ് കേട്ടോ ക്യാമറ അടിയിലേക്ക് താഴത്തേക്കൊക്കെ വന്ന് ഏട്ടൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും സിദ്ധു ഭയങ്കര കരച്ചിൽ തുടങ്ങി. ദേവൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ആക്റ്റീവ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിക്കളിക്കുകയിനി ദേവൻ. സൂ ഓടി മടുത്തു. സൂ വന്നേ പിന്നെ സൂ തന്നെയാണ് നോക്കിയത്. സൂ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഓടി മടുത്ത്. ഇവൻ ആരെങ്കിലും പുറകെയൊക്കെ പോവുക, തോണ്ടുക, പിടിക്കുക, അങ്ങനെയൊക്കെ ഇനി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഏട്ടൻ ഇനി പിന്നെ എങ്ങോട്ടേക്ക് വരുന്നില്ല, ഉള്ളിൽ കയറി അങ്ങനെ ഇരിക്കാനേ പറ്റുന്നുള്ളൂ എന്ന് മനസ്സിലായപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരാന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്ത് ദേവൻ കുറേ നേരം കളിച്ചിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു അവിടെ നിന്ന്. ആ ഫോട്ടോയൊക്കെ ഞാൻ വാട്സപ്പിൽ മാത്രമേ സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനിടാം കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ തിരിച്ചു പോകുന്നു. ഒരു പമ്പിലൊരു കോഫി ഷോപ്പ്, ഫിൽറ്റർ കോഫിയും ബിസ്കോഫിൻ്റെ ഒരു ബിസ്ക്കറ്റും. കുറേ ദിവസമായി ആ ബിസ്ക്കറ്റിൻ്റെ പരസ്യം കാണുമ്പോൾ തൊട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടേനി അത് വാങ്ങണം കഴിക്കണം എന്നൊക്കെയുള്ളൊരു മോഹം. അങ്ങനെ ഒരു അനിയൻ പിന്നെ ഇങ്ങനെ രാത്രി പോയി ഇങ്ങനെ ചായ കുടിക്കലായതുകൊണ്ട് എവിടെ ചായ കിട്ടുമെന്ന് നല്ലോണം അറിയാം. അങ്ങനെ ഞങ്ങൾ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നല്ല ഫിൽറ്റർ കോഫി ആയിരുന്നു. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. തിരിച്ച് വീടെത്തി. ബൈ.